അപവാദം പറയുമ്പോൾ കേൾവിക്കാരൻ്റെ മനസ്സ് മലിനമാകുന്നു. പറയുന്ന ആളിൻ്റെ മനസ്സിലെ മാലിന്യം വർദ്ധിക്കുന്നു. പരദൂഷണം പറയുന്നവരെ പോലെ നിന്ദ്യരാണ് അത് കേട്ടു രസിക്കുന്നവരും. അന്യരെപ്പറ്റി അപകീർത്തികരമായ കാര്യങ്ങൾ നമ്മോട് പറയുന്നവർ നമ്മെപ്പറ്റി അന്യരോട് ഇതേ തരത്തിൽ പറഞ്ഞേക്കാം. അപഖ്യാതി പറയുന്നത് ചിലരുടെ ശീലമാണ്. എതിരാളികളെ തേജോവധം ചെയ്യാൻ കള്ളക്കഥകൾ വിശ്വസനീയമാംവിധം കെട്ടിച്ചമയ്ക്കുന്ന വിരുദ്ധന്മാർ പൊതുരംഗത്തുണ്ട്. സ്വന്തം ഇംഗിതത്തിനു വഴങ്ങാതിരിക്കുക, അഭിപ്രായങ്ങൾ സ്വീകരിക്കാതിരിക്കുക മുതലായവ ചെയ്യുന്നവരെപ്പറ്റി ദോഷങ്ങൾ പ്രചരിപ്പിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നീചപ്രവൃത്തിയാണ്. അത്തരത്തിൽ ചിന്തിക്കുന്നത് ഒരു കാലത്തും ആർക്കും ഗുണം ചെയ്യില്ല. ദുരാരോപണം പറഞ്ഞ് പരത്തുന്നവരെ പോലെ കുറ്റക്കാരാണ് അത്തരം ആരോപണങ്ങൾ സൃഷ്ടിക്കുന്നവരും. മറ്റുള്ളവരെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ നമ്മൾ എത്തരക്കാരാണെന്ന് കുറെയൊക്കെ വെളിവാകുന്നുമുണ്ട്. നല്ലത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിശബ്ദരായിരിക്കുക എന്ന രീതിയാവും ഗുണകരമായി വരിക.